Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇൻകം ടാക്സ് പാർട്ട് 2 ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് സിയിൽ 3 പ്രോബ്ലംസും ഒരു തിയറി ചോദ്യമാണ് കണ്ടുവന്നിട്ടുള്ളത്. മിക്കതും അതിൽ ഒരു പ്രോബ്ലം നന്നായിട്ട് ടഫായിട്ടുള്ളത് വരാറുണ്ട്. ചില സമയത്ത് 2 പ്രോബ്ലംസ് വരുന്നത് ടഫസ്റ്റ് വരാറുണ്ട്, ഒരെണ്ണം മാത്രം കംഫർട്ടബിൾ, പിന്നെ ഒരു തിയറി. ആ രീതിയിലൊക്കെയാണ് കണ്ടുവരാറ്. അപ്പോൾ എന്തായാലും നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ SC ചോദ്യം എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ അതുപോലെ തന്നെ അതിൻ്റെ ടാക്സ് ലൈബിലിറ്റി കാണാൻ വേണ്ടിയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യുക പ്രോബ്ലംസ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് എ കമ്പനി. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഷുവർ ക്വസ്റ്റ്യനിലുള്ള ഒന്നാണ്. ഇനി നെക്സ്റ്റ് കമ്പനിയുടെ പോലെ തന്നെ ഫേമിൻ്റെയും നമുക്ക് പ്രതീക്ഷിക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് എ ഫേം. അപ്പോൾ ഫേമിൻ്റെയും അതുപോലെ തന്നെ കമ്പനിയുടെയും ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഒരു പ്രോബ്ലം ഓരോന്നിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാടുണ്ട്. അത് പലപ്പോഴും കുറച്ച് ടഫസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം, അത് ചാപ്റ്റർ നമ്പർ 5, 6 ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ലാസ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സിൽ ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊട്ടും ഫോക്കസ് കൊടുക്കുക. ബട്ട് നിങ്ങൾക്ക് അപ്പുറത്ത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ കമ്പനിയുടെയും ഈ പറയുന്ന ഫേമിൻ്റെയും വരാണെങ്കിൽ അത് ചെയ്യായിരിക്കും നല്ലത്. ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഇൻഡയറക്റ്റ് മോഡലുള്ള ചോദ്യം അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ചോദ്യം വരുന്നത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇപ്പോൾ മേക്ക് ഓർ ബൈ, നമുക്ക് ഡീറ്റെയിൽസ് തരും. അതിനുശേഷം ഒരു ഫേം അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു കോമ്പോണൻറ്റ് മേക്ക് ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ മേടിക്കുന്നതാണോ നല്ലത് എന്നുള്ളൊരു കാൽക്കുലേഷനാണ് നമ്മൾ നടത്തേണ്ടത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മളിത് വേറെ രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇതോടെ ടാക്സിൻ്റെ കേസിലോട്ട് വരുമ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ടത്. മേക്ക് ഓർ ബൈ ഡിസിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ പ്രോബ്ലം. ചാപ്റ്റർ നമ്പർ 5, 6 നോക്കാം. ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഡിസിഷൻ മേക്കിംഗ്, അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നു മാത്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് തിയറി ആയിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ടാക്സ് പ്ലാനിങ്, ടാക്സ് മാനേജ്മെൻറ്റ്, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഒരെണ്ണം പ്രതീക്ഷിക്കുന്നതാണ് ഇവാലുവേറ്റ് ടാക്സ് മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ. അതുപോലെ തന്നെ ടാക്സ് പ്ലാനിങ് ഈസ് ഡിസൈറബിൾ ആൻഡ് tax evasion is objectionable. ഓക്കെ, ഇങ്ങനത്തെ ഒരു ചോദ്യം
ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്ത് ഈ കൺസെപ്റ്റുകളൊക്കെ എന്തായാലും നോക്കി വയ്ക്കുക കേട്ടോ. ഇനി മിക്ക പേപ്പറിലും നമ്മൾ തിയറി ആയിട്ട് പിന്നെ കണ്ടുവന്നുള്ളൊരു ചോദ്യത്തിലോട്ടാണ് ലാസ്റ്റ് കിടക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് points which should be considered at the time of establishment of new business. 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ന്യൂ ബിസിനസ്, അതിലേതെങ്കിലും ന്യൂ ബിസിനസ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു ന്യൂ ബിസിനസ് റിഗാർഡിംഗ് ദ പ്ലേസ്. ഏത് വേണമെങ്കിൽ ചോദിക്കാം. പ്ലേസ് ഫ്രം ടാക്സ് പ്ലാനിങ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരുപാട് ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാം. അപ്പോൾ ഈ 5 ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ളത്. പ്രോബ്ലംസ് നമുക്ക് ഏത് പ്രോബ്ലം ചോദിക്കുന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളത് അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കമ്പനിയും ഫേമും മാറി മാറി വരുന്നതാണ്. ചിലപ്പോൾ രണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വരാറുണ്ട്. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. ഞാൻ പറഞ്ഞു അതൊരു ഇൻഡയറക്റ്റ് മോഡ് ചോദ്യമായിരിക്കും. പലപ്പോഴും കുട്ടികൾക്ക് അത് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ മേക്ക് ഓർ ബൈയോ അങ്ങനെ ഒരുപാടുണ്ട്. ലീസിന് എടുക്കണോ അതല്ലെങ്കിൽ മേടിക്കണോ എന്നുള്ള അങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ തിയറിയിൽ ടാക്സ് പ്ലാനിങ്, ടാക്സ് മാനേജ്മെൻറ്റ്, ടാക്സ് ഇവേഷൻ ഇതിനെ പറ്റിയുള്ള ബേസ് ചോദിക്കും. അതുപോലെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇവിടെ 3 പ്രോബ്ലംസ് ഒരു തിയറിയാണ് കേട്ടോ. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജ്, പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.